പഠിതാക്കളിൽ അതെ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഏകദേശം ക്വസ്റ്റ്യൻസിന്റെ കാര്യങ്ങളുടെ ഒരു മൊത്തം മലയാള അറബി ഇസ്മിയ ജുംലന്റെ കൂടെ വരാനുള്ള ക്വസ്റ്റ്യൻസുകൾ മൊത്തത്തിൽ നമ്മളൊന്ന് പറഞ്ഞു അല്ലെ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് കൂടുതൽ ജുംലകളും കൂടുതൽ കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ ഏതെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളോ ഏതെങ്കിലും ഇനിയും ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഭാഗങ്ങളോ ഏതുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അതൊക്കെ സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി ചിലപ്പോൾ കൂടുതൽ സംസാരിക്കുക അതുപോലെ തന്നെ എഴുതാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് ചിലപ്പം തെറ്റുകൾ വരാം, സാധ്യതയുണ്ട്, സ്വാഭാവികമാണ്. ഒറ്റടിക്കൊന്നും ശരിയാവുക എന്നുള്ളത് ഒരു ഭാഷ പെട്ടെന്ന് നടന്നോളുന്നില്ല. എന്നാലും കുറച്ചും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അങ്ങനെ കൂടുന്ന സമയത്ത് അതൊക്കെ നന്നായി കിട്ടുള്ളൂ, ശരിയായി കിട്ടുള്ളൂ. കൂടുതൽ മനസ്സിലാകല് കൂടുതൽ വായനയൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകും ചോദിക്കാം മിന്നൈന തെജീവ് നീ എവിടെ നിന്ന് ചോദിക്കാം. പക്ഷെ ഈ നമ്മൾ ഈ മിന്നൈന തെജീവ് കംബിന്തല്ലക്കാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കമ്മിന്റെ ശേഷം ഒറ്റ ഏകവചനമാണ് ഉപയോഗിക്കുക. ബനാത്ത് എന്ന് പറഞ്ഞാൽ ഏകവചനം അല്ല, അത് ബഹുവചനല്ലേ, മുഫ്രദാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കംബിന്തല്ലക്ക, കംബിന്തല്ലക്ക, കം വലതല്ലക്ക, കംബിന്തല്ലക്ക, ആ രീതിയിൽ ചോദിച്ചാൽ മതി. നമ്മൾ സാധാരണഗതിയിൽ അത് നമുക്ക് പ്രശ്നം വരുന്നത് മലയാളത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ എത്ര എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ എത്ര മക്കൾ, എത്ര കുട്ടികൾ, എത്ര സ്കൂൾ, എത്ര ഉസ്താദുമാർ, എത്ര പേന, എത്ര മിഠായികൾ, ആ രീതിയിൽ നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് അറബിയിലേക്ക് നമ്മൾ അതിന്റെ മാറ്റം വരുത്തുമ്പോഴും സ്വാഭാവികമായിട്ടും അറിയാതെങ്കിലും നമ്മൾ അവിടെ ജമ്മായ വാക്ക് ജമ്മ് ഉപയോഗിക്കുന്നത്. അതിന്റെ ആവശ്യമില്ല, അവിടെ മുഫ്രദ് മാത്രം ഉപയോഗിച്ചാൽ, അതായത് ഏകവചനം ഉപയോഗിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ മുമ്പൊക്കെ പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, അറിയാവുന്നതും എന്നാൽ ചില ആളുകൾക്കെങ്കിലും അറിയാതിരിക്കാനുള്ള സാധ്യതയുള്ള എന്നാൽ അറിയാതിരിക്കാൻ പാടില്ലാത്ത ഒരു ചെറിയ കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുഴപ്പമില്ലല്ലോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ദാലിക അതുപോലെ തന്നെ തിൽക്ക എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലായിരുന്നോ? അവൻ, അത് ദൂരമുള്ള സാധനത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അടുത്തുള്ള സാധനത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഹാദാ ഹാദിഹി ദാലിക തിൽക്ക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ഇനി നമുക്ക് അതേ ഏറെക്കുറെ അതിന്റെ അടുത്ത് തന്നെ വരാവുന്ന മറ്റു ചില സംഗതികളുണ്ട്. എന്നാൽ ഇത് കുറച്ചും കൂടെ വിശാലമായിട്ട് പറയേണ്ടത്, അതായത് അവൻ, അവർ, അവൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാലിക തിൽക്ക ഹാദാ ഹാദിഹി എന്ന് ഉപയോഗിക്കുമ്പോഴും അതിന്റെ ഉപയോഗത്തെ കുറിച്ച് ഞാൻ അന്ന് പറഞ്ഞ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. അതായത് നമ്മൾ അടുത്തുള്ളൊരു അതിന് പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിലും ഹാദാ താലിബൻ, ഇതൊരു വിദ്യാർത്ഥിയാണ്, ഹാദാ അബി, ഇത് ഇദ്ദേഹം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഹാദാ എന്ന വാക്ക് ഉപയോഗിക്കാം. ദാലിക എന്ന് പറഞ്ഞാൽ അയാൾ, അദ്ദേഹം, ആ സ്ഥാനം എന്നൊക്കെ പറയാൻ വേണ്ടി ദാലിക ഉപയോഗിക്കാം. അതുപോലെ തന്നെ മുഅന്നസ് ആകുമ്പോൾ തിൽക്ക ഉപയോഗിക്കാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതേ സമയത്ത് നമ്മളൊരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഈ മനുഷ്യനാണെന്ന് വേറെ വസ്തു ആയിക്കോട്ടെ, അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നേരെ ചൂണ്ടിക്കൊണ്ട് ആ കാണുന്ന സാധനം എന്ന അർത്ഥത്തിൽ ആ പശു, ആ ബുക്ക്, ആ പേന, ആ മനുഷ്യൻ, ആ കുട്ടി, ആ പെണ്ണ് എന്ന് നമ്മൾ സന്ദർഭത്തിൽ ഒരു വസ്തുവിനെ കുറിച്ച് ഒരാളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവൻ എന്ന് പറയാറില്ലേ? മനസ്സിലായെങ്കിൽ ഫസ്റ്റ് എന്തോ ഒരു തോന്നല്ലോ, അത് ആരോ സംസാരിച്ചപ്പോ ശബ്ദം മാറിപ്പോയതാണോ? കുറിച്ച് നമ്മൾ പറയുമ്പോ സ്ഥലത്തിനെ കുറിച്ച് പറയുമ്പോ ഹുന, ഹുനാക്ക അങ്ങനെയാണ് പറയാം. അത് നമ്മളന്ന് ഹാദാ ഹാദി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട് അല്ലെ?
അതല്ല ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ വസ്തുവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആ കാണുന്ന എന്ന് നേരെ ചൂണ്ടി അല്ലാതെ ആളുടെ അഭാവത്തിൽ ആളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ, അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ അതെ, കറക്റ്റ്, നിങ്ങൾ മനസ്സിലാക്കിയത് കറക്റ്റ്. അങ്ങനെ അതിനാണ് നമ്മൾ പറയുന്നത്. നമ്മളിപ്പോ ഒരു സാധനം നേരിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കാണുന്ന വസ്തു എന്നുള്ള അർത്ഥത്തിൽ, ആ കാണുന്ന മനുഷ്യൻ, ആ കാണുന്ന വസ്തു എന്ന അർത്ഥത്തിൽ, അല്ലെങ്കിൽ ഈ കാണുന്ന സാധനം, ഈ കാണുന്ന മനുഷ്യൻ എന്നൊക്കെ അർത്ഥത്തിൽ ഇവൻ അവൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഹാദ, ഹാദിഹി, ദാലിക, തിൽക്ക എന്ന വാക്ക് ഉപയോഗിക്കാം. അതേ സമയത്ത് നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം, ഞാൻ ഒരു അബ്ദുൽ കബീറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു അബ്ദുൽ കബീർ, അല്ലെങ്കിൽ ഒരു അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വലിയ പണ്ഡിതനാണ്, അദ്ദേഹം ഒരു പണക്കാരനാണ്, അദ്ദേഹം ഗൾഫിലാണ്, അങ്ങനെ അദ്ദേഹം അങ്ങനെ പറയാറുണ്ടല്ലോ. അതായത് ഒരാളെ ചൂണ്ടിക്കൊടുക്കുക, ആ കാണുന്ന ആൾ എന്ന അർത്ഥത്തിലല്ലാതെ അഭാവത്തിൽ ഒരാളെ കുറിച്ച് അദ്ദേഹം എന്ന് പറയാറില്ലേ? ആ പറയുന്ന വാക്ക് എങ്ങനെയാണ് പറയാറ്? അതെ അതെ, ഇംഗ്ലീഷിൽ ഹി എന്ന് പറയുന്നത് പോലെ. ഇംഗ്ലീഷിൽ മറ്റേ നമ്മള് ദാറ്റ്, ദിസ് എന്നൊക്കെയാണ് നമ്മൾ സാധനം സൂചിപ്പിച്ചുകൊണ്ട് പറയാം. ഇംഗ്ലീഷിൽ മറ്റേതെടുത്ത് നമ്മള് ഹി എന്ന് പറയും, ഹി അല്ലെങ്കിൽ ഷീ എന്നൊക്കെ പറയാറുണ്ട്, ദേ എന്നൊക്കെ പറയാറുള്ള സംഗതി. എന്തോ ഒരു പെരപെര ശബ്ദം പറയാൻ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ശരിക്കും ഒരു പിരിപിരി ശബ്ദം വരുന്നുണ്ടോ? ഇല്ല ഇല്ല. നിങ്ങൾ ചിലര് പറയുന്ന സമയത്ത് ഒരു എക്കോ പോലെ വരുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് ചോദിച്ചു, ഞാൻ പറയുന്നത്. ഓക്കെ ഓക്കെ, അതെ, നമ്മളിപ്പോ പറയാൻ പോകുന്നത് ഹുവ എന്നതിനെ കുറിച്ചാണ്. ഹുവ മാത്രമല്ല, അവിടെ നമുക്ക് അറബിയിൽ അങ്ങനെ നമുക്ക് 14 പഠിക്കാനുണ്ട്. 14 എന്ന് പറഞ്ഞാല് ഒരാളെ കുറിച്ചാണ് പറയുമ്പോൾ മുദക്കറാകുമ്പോൾ നമ്മള് മുദക്കർ, മുഅന്നസ് എന്നൊക്കെ ഇനി വ്യത്യസ്തമായിട്ട് വേറെ പുരുഷൻ, പുല്ലിംഗം, സ്ത്രീലിംഗം ഒന്നും പ്രത്യേകം പറയണ്ടല്ലോ. നമ്മൾ നേരത്തെ മുദക്കർ, മുഅന്നസ് എന്നൊക്കെ പറഞ്ഞാല് ഇനി മനസ്സിലാവൂലേ? ഓക്കെ, അതായത് നേരത്തെ നമ്മൾ മുഅന്നസ്, മുദക്കർ എന്നുള്ള വാക്ക് പറഞ്ഞതാണ്. ഇനി ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തണം. മുദക്കർ എന്ന് പറഞ്ഞാൽ പുല്ലിംഗാണ്, മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗാണ്. അതുപോലെ തന്നെ മുഫ്രദ് എന്ന് പറഞ്ഞാൽ തസ്നിയ എന്നൊക്കെ പറഞ്ഞാൽ ദ്വിവചനാണ്. ജംഅ എന്ന് പറഞ്ഞാല് ബഹുവചനാണ്. ഇങ്ങനെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ അവൻ ഒരാളാകുമ്പോ മുദക്കറാണ്, അതുപോലെ തന്നെ മുഫ്രദുമാണ്, ഏകവചനമാണ്, പുല്ലിംഗവുമാണ് എങ്കിൽ നമ്മൾ അവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹുവ എന്നാണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ, അവൻ, അതായത് ഞാൻ ഇപ്പൊ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ശംസുദ്ദീനെ കുറിച്ചാണ്. ശംസുദ്ദീനെ കുറിച്ച് പറഞ്ഞ അവൻ നല്ല സ്മാർട്ട് ആയ ഒരു വിദ്യാർത്ഥിയാണ്. എങ്ങനെ പറയാം? ഞാൻ നേരത്തെ പറഞ്ഞ സ്മാർട്ട് വിദ്യാർത്ഥി എന്നൊക്കെ എങ്ങനെയാണ് സ്മാർട്ടായ എന്നുള്ളൊരു ഒരു അഡ്ജക്റ്റീവ് എങ്ങനെയാ വരിക എന്നുള്ളതും, സ്മാർട്ട് എന്നുള്ള വാക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ പറഞ്ഞു നോക്കിയാ? അവൻ വളരെ സ്മാർട്ടായ ഒരു വിദ്യാർത്ഥിയാണ്. മുജ്തഹിദുൻ വളരെ അങ്ങനെ പറയുമ്പോഴാണ് ഈ സ്മാർട്ട് എന്നുള്ള അർത്ഥം കിട്ടുന്നത്. പക്ഷെ സംഗതി ഓക്കെയാണ്. മുജ്തഹിദുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെച്ചാൽ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന, നന്നായിട്ട് അധ്വാനിച്ച് പഠിക്കുന്ന ആൾ ാണ് മുജ്തഹിദ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അതുപോലെ വിദഗ്ധനാണ്, വളരെ എക്സ്പേർട്ട് ആണ് എന്നൊക്കെ അർത്ഥത്തിലാണ് മാഹിർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ദക്കീയ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനാണ്. നഷീത്ത് എന്ന് പറഞ്ഞാൽ വളരെ ആക്റ്റീവ് ആണ് എന്നർത്ഥത്തിൽ. ഈ നഷീത്ത്, ദക്കീ രണ്ട് വാക്കുകൾ ആണ് നമ്മൾ പൊതുവെ സ്മാർട്ട് എന്നുള്ള അർത്ഥത്തിൽ ആ സ്ഥാനത്ത് ഉപയോഗിക്കാറുള്ളത്. മറ്റേത് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. തെറ്റ് എന്നല്ല പറയുന്നത്, വേറെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, എങ്ങനെ? ദാലിന് പുള്ളിട്ട്, റാഇന്റെ മുകളിൽ പുള്ളിട്ടല്ല. സക്കിയ എന്ന് പറയുമ്പോ എന്ന് പറയുന്നത് റാഇന്റെ മുകളിൽ പുള്ളിട്ടല്ലേ. ഉച്ചാരണത്തിന് ഒന്ന് ശ്രദ്ധിക്കണം. ഉച്ചാരണം ദാലും സായും രണ്ടും രണ്ടാണ്.
ഇപ്പോ ദാല്, പിന്നെ ദാലിന്റെ മുകളിൽ പുള്ളി, മറ്റേത് എന്ന് പറഞ്ഞത് പിന്നെ റാഇന്റെ മുകളിൽ പുള്ളിട്ട് നമ്മള് ഇംഗ്ലീഷിൽ സെഡ് ഉണ്ടല്ലോ, ലാസ്റ്റ് അക്ഷരം സെഡ്, സി അല്ലെങ്കിൽ സെഡ് എന്നൊക്കെ പറയുന്ന അക്ഷരം, ആ ആ ഒരു ഉച്ചാരണമാണ് ന് വരിക. റാഇന്റെ മുകളിൽ പുള്ളിട്ടാൽ വരിക. മറ്റേത് ദാലാണ്. ദാല് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇംഗ്ലീഷിൽ TH വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർ ഉച്ചരിക്കുക ഏറെക്കുറെ ഒരു ദാലിന്റെ ഒരു ഉച്ചാരണ, ദാലിന്റെയും സാഇന്റെ ഇടയ്ക്കുള്ള ഒരു ഉച്ചാരണമാണ് ശരിയായി. ഇന്ത്യൻ ഇംഗ്ലീഷോ കേരള ഇംഗ്ലീഷോ അല്ല പറയുന്നത്. ശരിക്കുള്ള ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ അമേരിക്കക്കാരൊക്കെ ഉച്ചരിക്കുമ്പോ ഓല് TH എന്നൊരു ഉച്ചാരണമാണ് ഉച്ചരിക്കുകയാണ്. അതാണ് ദാലിന്റെ മുകളിൽ പുള്ളിയിട്ടുണ്ടാവുക. റാഇന്റെ മുകളിൽ പുള്ളിയിട്ട് കഴിഞ്ഞാല് അത് എന്നാ ഉച്ചരിക്കുക. നമ്മുടെ ഇംഗ്ലീഷിലെ സെഡ് അല്ലെങ്കിൽ സി ലാസ്റ്റ് അക്ഷരം, അതിന് ഉച്ചാരണം അത് മാറിപ്പോകരുത്. തെറ്റിപ്പോകുമ്പോ പലപ്പോഴും ചില ആളുകൾ തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ചിലപ്പോ അത് ചില അക്ഷരങ്ങള് ചില ഇടങ്ങളിൽ എന്തായി പോകും, ചില അർത്ഥം തന്നെ മാറിപ്പോകും. ചില സന്ദർഭത്തില് ചിലപ്പോ അങ്ങനത്തെ വാക്കില്ലാതിരിക്കും, ചിലടത്ത് അർത്ഥം മാറിപ്പോകും. ഇപ്പൊ സക്കിയ് എന്ന് പറഞ്ഞാല് സക്കിയ് എന്നുള്ള വാക്കും അറബിയിലുണ്ട്, സക്കിയ് എന്നുള്ള വാക്കും അറബിയിലുണ്ട്. സക്കിയ് എന്ന് പറഞ്ഞ സ്മാർട്ട്, വളരെ ബുദ്ധിമാനായ ആള് എന്നൊക്കെ സക്കിയ്. സക്കിയ് കേൾക്കുന്നുണ്ടോ? ഓക്കെ. സക്കിയ് എന്ന അറബി പറയുന്നത് വളരെ ശുദ്ധനായ മനുഷ്യൻ, വളരെ മാന്യനായ മനുഷ്യന്, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത പരിശുദ്ധനായ ആള് എന്നൊക്കെ അർത്ഥത്തിലാണ് സക്കിയ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. സക്കിയ് എന്ന് പറഞ്ഞ ആള് ബുദ്ധിമാൻ, സ്മാർട്ട് എന്നൊക്കെ അർത്ഥത്തിലാണ് സക്കിയ് ഉപയോഗിക്കുക. അപ്പോ ഉച്ചാരണം മാറിപ്പോയി കഴിഞ്ഞാല് അർത്ഥവും മാറിപ്പോകും. ചിലയിടത്ത് അങ്ങനത്തെ വാക്കില്ലാതിരിക്കുകയാണ് ചെയ്യുക, ചിലയിടത്ത് ഉച്ചാരണം തന്നെ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോ പിന്നെ അവൻ ഹുവ ത്വാലിബുൻ ദക്കിയുൻ, അവൻ നല്ലൊരു വളരെ സ്മാർട്ടായ ഒരു സ്റ്റുഡന്റ് ആണ്. ഇനി നമ്മൾ ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറാണ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഈസ് എ എക്സ്പേർട്ട് ഡോക്ടർ. എങ്ങനെ പറയാം? അയാൾ വളരെ എക്സ്പേർട്ട് ആയ, വളരെ വിദഗ്ധനായ ഒരു ഡോക്ടറാണ്. അയാൾ വളരെ എങ്ങനെ പറയാ, ഹുവ താജിറുൻ മാഹിറുൻ. അയാൾ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കച്ചവടക്കാരനാണ്. നമുക്ക് ഇങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇതേപോലെ ഹുവ വെച്ച് ഉപയോഗിക്കാം. ഇനി രണ്ടാളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം ഒരു അബ്ദുള്ളയെ കുറിച്ചും ഒരു മുഹമ്മദിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. മുഹമ്മദും അബ്ദുള്ളയും അവർ രണ്ടാളും വളരെ മടിയന്മാരായിരുന്നു. എല്ലാവരും സ്മാർട്ട് ആവേണ്ട, കുറച്ച് മടിയന്മാരും വേണമല്ലോ. അപ്പൊ അവര് മടിയന്മാരായിരുന്നു എന്നെങ്ങനെ പറയാ? മടിയൻ എന്നുള്ളതിന് എന്താ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മടിയൻ എന്ന് പറയാൻ വേണ്ടി കസൂൽ എന്ന് പറയാ, കസൂൽ എന്ന് പറയാ, അല്ലെങ്കിൽ കസലാൻ എന്ന് പറയാ. അതൊന്ന് പറഞ്ഞു നോക്കിയേ. ത്വാലിബാനി നമ്മൾ പറയണപ്പോഴാണെന്ന് അവർ രണ്ട് മടിയന്മാരായ വിദ്യാർത്ഥികളായിരുന്നു എന്ന് പറയുമ്പോഴാണ്, വിദ്യാർത്ഥികളല്ല, മൊത്തത്തിൽ അവർ മടിയന്മാരാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ത്വാലിബാനിന്റെ ആവശ്യമില്ല. മടിയന്മാരായ വിദ്യാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ ഹുമാ ത്വാലിബാനി കസൂലാനി, അവിടെ നമ്മൾ എന്താക്കണം, തസ്നിയാക്കണം. അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറബിക്ക് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്, പ്രശ്നമല്ല, നമുക്ക് കൂടിയതിന്റെ കൂടത്തിലാണ്, കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ശരിയാവും. എന്നാലും തുടക്കക്കാരായ ആളുകൾക്ക് വളരെ വലിയൊരു പ്രശ്നം വരുന്ന ഒരു ഏരിയയാണ് പിന്നെ ഈ തസ്നിയ, മുഫ്രദ്, ജമ്മ്, മുദക്കർ, മുഅന്നസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാല് ഗ്രാമർ അറിയുന്നവനക്കൊരു പ്രശ്നമേ ഉള്ളൂ, അല്ലാത്തവനക്ക് പ്രശ്നമില്ല കേട്ടോ. പിന്നെ അർത്ഥം മാറിപ്പോകുന്നില്ല, എന്നാലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വരും എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. അത് അറിയുന്ന ആളുകളാവും ഇവരെന്തീ പറയുന്നത് എന്ന് ചിന്തിക്കുമെന്ന് മാത്രം. ഓക്കെ. ഹുമാ ത്വാലിബാനി കസൂലാനി. ഹുമാ ത്വാലിബാനി കസൂലാനി. അവർ രണ്ടാളും വളരെ
സീന് 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 തിൽമീദ് എന്ന് പറഞ്ഞാല് കസലാൻ വിദ്യാർത്ഥി എന്നല്ലേ? കസലാൻ എന്ന് പറയും. തിൽമീദ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. തിൽമീദ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പൊ രണ്ടിനും സ്റ്റുഡന്റ് തന്നെ പറയാം. നമ്മൾ ശിഷ്യൻ എന്ന് പറയല്ല മലയാളത്തിൽ. ശിഷ്യൻ, ഹിന്ദിയിൽ ഷാഗിർദ് എന്നൊക്കെ പറയണ, ഉറുദുവിൽ ഷാഗിർദ് എന്നൊക്കെ പറയണ ആ ഒരു വാക്ക് ശിഷ്യൻ എന്ന് പറയണ നമ്മള്. അതാണ് ശരിക്കും തിൽമീദ്. ഹുവ തിൽമീദി എന്ന് പറഞ്ഞാൽ അവൻ എന്റെ ശിഷ്യനാണ്, ഹീസ് മൈ സ്റ്റുഡന്റ്. നമ്മൾ ഇംഗ്ലീഷിൽ രണ്ടിടത്തും സ്റ്റുഡന്റ് തന്നെ ഉപയോഗിക്കാം. അതേ അർത്ഥത്തിലാണ് പറഞ്ഞ. മനസ്സിലായോ? ഓക്കെ. ഹലോ, ചോദിച്ചു. ഈ തിൽമീദ് എന്ന് പറഞ്ഞത് ചിലപ്പം വിദ്യാർത്ഥി എന്നുള്ള അർത്ഥത്തിൽ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോ അപൂർവമാണ് അറബി ഉപയോഗിക്കല്. ബുക്കുകളിലൊക്കെ കൂടുതലും തിൽമീദ് സ്കൂളിലൊക്കെ അറബി ബുക്കിലെ അങ്ങനെ കണ്ടിട്ടുണ്ട് തിൽമീദിന്. ഈ സ്കൂളിലെ അറബി ബുക്കിൽ ചില വാക്കുകൾ 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല കേട്ടോ. സ്കൂളിലെ അറബി ബുക്കിൽ കുറച്ച് മുമ്പത്തെ മലയാളം നമ്മുടെ മദ്രസ പാഠപുസ്തകത്തിലുള്ള ചില വാക്കുകൾ അത് അള്ളാഹു എവിടുന്നാണ് അങ്ങനത്തെ കിട്ടിയതെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ തിൽമീദ് എന്നുള്ള വാക്ക് സ്റ്റുഡന്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഇംഗ്ലീഷില് തിൽമീദ് എന്ന് പറഞ്ഞതും ത്വാലിബ് എന്ന് പറഞ്ഞ രണ്ടും സ്റ്റുഡന്റ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും ആ അർത്ഥം ഉപയോഗിക്കുക. പക്ഷെ തിൽമീദ് നമ്മൾ പൊതുവെ പറയാറുള്ളത് അയാളുടെ വിദ്യാർത്ഥിയാണ് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ നമ്മള് ശരിക്കും അറബിയിൽ അങ്ങനെ അല്ല അതിന്റെ അർത്ഥം. തിൽമീദ് എന്ന് പറഞ്ഞാല് പിന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അല്ല ഉസ്താദ് കഥ, ഇന്ന ഉസ്താദിന്റെ ശിഷ്യനാണ്. അല്ലെങ്കിൽ ഹുവ തിൽമീദി, അതെന്റെ ശിഷ്യനാണ്. ഹുവ തിൽമീദുക്ക, അവൻ നിന്റെ ശിഷ്യനാണ്, നിങ്ങളെ ശിഷ്യനാണ് എന്നൊക്കെ പറയാം. അതാണ് തിൽമീദ് എന്നുള്ള വാക്കിനർത്ഥം. ഇവിടെ ത്വാലിബുക്ക എന്നല്ല പറയുന്നുണ്ട്. ഹുവ തിൽമീദുൻ എന്ന് പൊതുവെ ചിലപ്പോ പറയാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് മദ്രസില് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കാണാം ഫനസുൻ എന്നൊരു വാക്ക് കാണാം. കണ്ടിട്ടുണ്ടാവും നിങ്ങള്. അതെ അതെ. നമ്മളെ സ്കൂളിലെ പാഠപുസ്തകങ്ങളിലും മദ്രസ പാഠപുസ്തകങ്ങളിലൊക്കെ ചക്കയുടെ ഫോട്ടോ കൊടുത്തുകൊണ്ട് അറബിയിൽ വാക്കുണ്ട്, വാക്ക് കൊടുക്കാറുണ്ട്. ചക്ക എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്. പക്ഷെ അറബിയിൽ ശരിക്കും ഫനസ് എന്നൊരു വാക്കില്ല. ഫൻസുൻ, ഫൻസൻ, ഫൻസുൻ എന്നൊരു വാക്കുണ്ട്. ഫനസ എന്ന് പറഞ്ഞാല് ഒരാളെ പറ്റി ഏഷണി പറയുക, നമീമത്ത് പറയുക എന്നാണ് അർത്ഥം. ഫൻസുൻ എന്ന് പറഞ്ഞാല് ഏഷണി പറയുക എന്നർത്ഥം. ഫനസുൻ എന്നൊരു വാക്ക് അറബിയിലില്ല ചക്ക എന്ന അർത്ഥത്തില് പ്രത്യേകിച്ച്. അത് എവിടുന്നാണ് ഈ വാക്ക് നമ്മളെ പണ്ട് കിട്ടിയത് എനിക്കറിയില്ല. അവരുടെ നിലായി എന്നൊരു വാക്ക് ഉപയോഗിക്കാണ് ജില്ല എന്നുള്ള അർത്ഥത്തില്. അതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് അറിയില്ല. നിലായി എനിക്ക് തോന്നുന്നത് ഉറുദുവില് ജില എന്ന് പറയാറുണ്ട്. നിലായി എഴുതിയിട്ട് ജില എന്ന് വായിച്ച് ജില്ല എന്ന് അർത്ഥം വെക്കും. അത് നമ്മളെ ചില ചക്കക്ക് നമ്മൾ സാധാരണ ചക്കക്ക് ചക്ക തന്നെ പറയാ. ചക്കക്ക് സാധാരണഗതിയിൽ അറബിയിൽ ചക്ക എന്നുള്ള വാക്കിൽ നിന്നാണ് പിന്നെ അറബിയില് പിന്നെ സമറത്തു ജാക്ക് എന്ന് വന്നത്. പറയാം. അത് അറബിയില് ചക്ക, അത് പിന്നെ അറബി ചക്ക എന്നൊന്നും ശരി എന്നാക്കി. ഇല്ല, ഡിക്ഷണറികൾ ഉപയോഗമില്ലാത്തൊരു വാക്കാണ് അതൊക്കെ. അപ്പൊ ഏതായിരുന്നാലും പിന്നെ മദ്രസയിലുള്ളത് 100% അങ്ങനെയാണ് ഉറപ്പിക്കേണ്ടത്. സ്കൂളിലുള്ളത് 100% അങ്ങനെയാണ് ഉറപ്പിക്കേണ്ട എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. പിന്നീട് അങ്ങനെ അപൂർവം 1-2 വാക്ക്, ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പറഞ്ഞെന്തേനും തിൽമീദ് അല്ലെ. തിൽമീദുൻ എന്ന് പറഞ്ഞാല് ശിഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണ ഇതിൽ അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. അപൂർവമായിട്ട് ത്വാലിബുൻ എന്ന അതേ അർത്ഥത്തിൽ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. തെറ്റാന്ന് പറയാൻ പറ്റൂല, അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. ശിഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ ആ വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി അവൻ എന്റെ ശിഷ്യനാണ് എങ്ങനെ പറയാ? പാഠം വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വിശാലമായിട്ട് അത് അതിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുക ഇൻഷാ അല്ലാഹ്.
നല്ല അറിയുന്നത് നിലക്ക് നമ്മൾ പ്രയോഗിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കെസറ് വരുമ്പോ മാത്രം അതിന് ശേഷം ഒരു യാ ഇട്ടിട്ട് എന്റെ എന്ന് പറയാൻ വേണ്ടി യാ ഇട്ടുകൊണ്ട് പറയും തിൽമീദി എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും ഇഷ്ടം അവൻ എന്ന് പറയുമ്പോ പറയാ അത് ഞാൻ പഠിപ്പിച്ചാൽ അത് തന്നെ അത് പിന്നെ വിശാലമായിട്ട് അതവിടെ കുറച്ച് പഠിക്കാൻ അവ ചാപ്റ്റർ ഉണ്ട്, അതിന് ശേഷം ഗ്രാമറിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് പിന്നെ ഓക്കെ. അപ്പോ അലിഫ് നൂനും കുട്ടി കൊടുത്തില്ല. ഹാദാനി കലമാനി രണ്ട് ഹാനി ത്വാലിബ ഹാദാനി ത്വാലിബ. ഇത് നമ്മൾ ഒരാളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ ഹാദാനിയും അതൊക്കെ പറയാം. അത് പിന്നെ അവർ അല്ലെങ്കിൽ വസ്തു രണ്ടെണ്ണം അതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളെ മുന്നിലുള്ള അല്ല, പക്ഷെ അത് എന്ന അർത്ഥത്തിൽ പറയുമ്പോ നമ്മൾ എന്താ പറയാ, ഹുമ എന്നാ പറയാ. ദേ എന്ന അർത്ഥത്തില് ദേ എന്നാല് രണ്ടെണ്ണാണെങ്കിലും മൂന്നെണ്ണാണെങ്കിലും നാലെണ്ണാണെങ്കിലും ഇനി 100-നാണെങ്കിൽ 200-ആണെങ്കിലൊക്കെ ദേ എന്ന് പറയും. പക്ഷെ നമ്മൾ അറബിയിൽ രണ്ടെണ്ണമാണെങ്കിൽ ഹുമ എന്നാണ് ഉപയോഗിക്കുക. അവർ രണ്ടാളും എന്ന് പറയാൻ വേണ്ടി ഹുമ. ഇനി നോക്കിയാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അവർ രണ്ടാളും വലിയ പണ്ഡിതന്മാരാണ്. അവർ രണ്ടാളും വലിയ പണ്ഡിതന്മാരാണ്. ഹുമ ആലിമാൻ അവർ പണ്ഡിതന്മാരാണ്. അവർ വലിയ പണ്ഡിതന്മാരാണ് പറയാ. ഇത് അതിന്റെ സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം കേട്ടോ. വിശേഷണം അതായത് അഡ്ജക്റ്റീവായിട്ട് ആ വിശേഷണമായിട്ട് വരുന്ന സാധനത്തിനും ഈ പറഞ്ഞ തെസ്നിയ ബാധകമായി വരും. തെസ്നിയ എന്നുള്ളതും മുദക്കർ എന്നുള്ളതും ജംഅ എന്നുള്ളതും മുഫ്രദ് എന്നുള്ളതൊക്കെ മുഅന്നസ് എന്നുള്ളതൊക്കെ ഇതിന്റെ വിശേഷണം എന്തോ അതിനും വരും. ഇപ്പൊ നമ്മൾ പറയാ ഒരു പെണ്ണാണെങ്കിൽ എങ്ങനെ പറയാ, പെണ്ണാണെങ്കിൽ എങ്ങനെ പറയേണ്ടത്? ത്വാലിബത്താനി, കബീറത്താനി, സഗീറത്താനി എന്നൊക്കെ അവിടെയും താവും കൂട്ടും ഈ മുഅന്നസിന്റെ ഉണ്ടാവും. മനസ്സിലാണ്ടോ? രണ്ടെണ്ണം കൊടുക്കണം. ഹുമാ താലിബാനിക്കും ഹുമാക്ക് ശേഷം വരുന്ന എല്ലാത്തിനും രണ്ടേ അർത്ഥം വരുന്ന രീതിയിൽ വേർഡ്സ് മാറ്റണം. അതെ അതെ, ഹുമ എന്ന് മാത്രമല്ല, നമ്മൾ രണ്ടെണ്ണത്തിനും രണ്ടാളുകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പൊതുവെ എന്താക്കേണ്ടി വരും, ആ ഒരു അലിഫും നൂനും ചേർത്ത് കൊടുത്തുകൊണ്ട് അത് എന്താണോ നമ്മൾ അതിനെപ്പറ്റി പറയാൻ പോകുന്നത് അതും അതുപോലെ തന്നെ അതിന്റെ വിശേഷണമായിട്ട് പറയുന്നതിനൊക്കെ നമ്മൾ ഈ അലിഫും നൂനും ചേർത്തി കൊടുക്കും. ഹുമ ത്വാലിബാനി ത്വാലിബാനി സഗീറാനി, അവർ ചെറിയ വിദ്യാർത്ഥികളാണ്. ഹുമ ത്വാലിബാനി ദക്കിയാനി, അവർ രണ്ടാളും വളരെ സ്മാർട്ടായ വിദ്യാർത്ഥികളാണ്. ഹുമ ത്വാലിബാനി കസൂലാനി, ഹുമ ആലിമാനി കബീറാനി, ഹുമ ആലിമാനി മഷ്ഹൂറാനി. മഷ്ഹൂർ എന്ന് പറഞ്ഞ അർത്ഥം പ്രസിദ്ധനായ, ഫേമസ് ആയ എന്നൊക്കെ അല്ലേ. അപ്പൊ അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു എങ്ങനെ പറയാ, അദ്ദേഹം. ഇനി നമ്മൾ രണ്ടാളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർ രണ്ടാളും വളരെ പ്രസിദ്ധരായ പണ്ഡിതന്മാരാണ്. മഷ്കൂർ അല്ല മഷ്ഹൂർ, ഹാ കേട്ടോ. മഷ്ഹൂർ മീമ് ഷീന്, മീമ് ഷീന് ഹാ വാവ് മഷ്ഹൂറൻ മഷ്ഹൂറാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിപ്പോ വ്യക്തികളെ കുറിച്ച് മാത്രല്ല, നമ്മള് വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ രണ്ട് കിതാബിനെ കുറിച്ച് പറയുന്നത്. രണ്ട് കിതാബിനെ കുറിച്ച് പറയാണ്. എങ്ങനെ പറയണത്? ആ രണ്ട് കിതാബും വളരെ നല്ല പിന്നെ ഹൃദ്യമായ ആസ്വാദ്യകരമായ കിതാബാണ്. ചില കിതാബാണല്ലോ വായിക്കാൻ നല്ല രസമുള്ള
നല്ല അത്തരം കിതാബുകളുണ്ട്. അതിന് കിതാബ് മാത്യുൻ എന്ന് പറയാം കേട്ടോ. മാത്യുൻ എന്ന് പറയാം. മാത്യുൻ മീമ് മാത്യുൻ കിതാബ് മാത്യുൻ എന്നൊക്കെ പറഞ്ഞാല് വളരെ ആനന്ദകരമായ നല്ല വായന സുഖമുള്ള പുസ്തകങ്ങൾക്കാണ് നല്ല കിതാബ് നല്ല നല്ല ആസ്വാദനങ്ങളാണ്. കിതാബാനി മാത്യാനി. അയ്യോ കിതാബാനി മാത്യാനി. ഇപ്പൊ ഈ കിതാബിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോ നമ്മളിപ്പോ എന്തൊരു വസ്തുവിനെ ഒരു ജീവിയെ കുറിച്ച് ഏത് ജീവിനെ കുറിച്ച് പറയാം, ഒരു ത്വായിറിനെ കുറിച്ച് പറയാം, ഒരു ഏതെങ്കിലും രണ്ട് കാക്കകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പരിചയമുള്ള രണ്ട് കാക്കകളെ മാത്രം പറയുന്നു കേട്ടോ. കാക്കകളെ കുറിച്ച് പറയുന്നത്. ആ രണ്ട് കാക്കകളും എന്താ നമ്മൾ പറയാ, കറുത്തതാന്ന് പറഞ്ഞാൽ എല്ലാ കാക്കയും കറുത്ത തന്നെയല്ലേ. എന്താ അതിനുണ്ട് സിഫത്ത് പറയാം. ആ രണ്ട് കാക്കകളും പിന്നെ നമ്മളോട് വളരെ ഇണക്കമുള്ള രണ്ട് കാക്കകളാണ് സങ്കല്പിക്കുക. രണ്ട് ഇണക്കമുള്ള രണ്ട് പക്ഷികൾ. ആ രണ്ട് കാക്കകൾ എന്ന് പറഞ്ഞത് നമ്മള് കാക്കകളെ സൂചിപ്പിച്ചപ്പോ ദാലിക്ക നമ്മള് രണ്ട് കാക്കനെ കുറിച്ച് പറഞ്ഞുകൊടുക്കുകയാണ്. നമ്മൾ പറഞ്ഞത് അവർ രണ്ടാളും നല്ല നമ്മളെ ഇണക്കമുള്ള പക്ഷികളാണ് എന്ന് പറഞ്ഞു. നമ്മൾ ഒരു കാക്കയെ കുറിച്ച് ആ കാണുന്ന രണ്ട് കാക്ക എന്നല്ല കേട്ടോ പറയുന്നത്. ഏതോ രണ്ട് കാക്ക ഉണ്ടായിരുന്നു. ആ കാക്കയെ കുറിച്ച്, കാക്ക എന്ന് പറഞ്ഞാൽ മലപ്പുറം കാക്കല്ല കേട്ടോ, പക്ഷിയെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു ആ രണ്ട് കാക്ക നല്ല നമ്മളെ മനുഷ്യന്മാരോടൊക്കെ ഇണങ്ങുന്ന രണ്ട് ജീവികളാണ്, രണ്ട് പക്ഷികളാണ് എന്ന് പറയാം. എങ്ങനെ പറയാ, മനുഷ്യന്മാരോടൊക്കെ ഇണങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അലീഫ് അലീഫ് അലീഫിന് എന്ന് പറഞ്ഞാല് ഇണങ്ങുന്ന. അതിപ്പം പിന്നെ എല്ലാത്തിനും പെട്ടോ അവന് നല്ലൊരു ഇണക്കമുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറയാം. ഉൽഫത്ത് വരുന്ന. അതെ 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 അതെ, അതിൽ നിന്നാണ് ഉൽഫത്ത്, സ്നേഹം, ഇണക്കം എന്നൊക്കെ അർത്ഥത്തിൽ. നമ്മള് പിന്നെ മനുഷ്യന്മാരെ കുറിച്ചും പറയും. ചിലപ്പോഴൊക്കെ മിക്കവാറും ഈ ജീവികളെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി പറയും ഹയവാനുൻ അലീഫൻ എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് കാക്കകളെ കുറിച്ച് പറയാണ്. ആ രണ്ട് കാക്കകൾ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന രണ്ട് കാക്കകളല്ല, ഏതോ രണ്ട് കാക്കകളെ കുറിച്ച് നമ്മളെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് രണ്ടും നല്ല ഇണക്കുള്ള കാക്കയാണ്. എങ്ങനെ പറയാ, ഹുമാ വറാബാനി റാബാനി അലീഫാൻ അല്ലെങ്കിൽ ഹുമാ ത്വായിറാനി അലീഫാൻ, രണ്ട് നല്ല ഇണക്കുള്ള പക്ഷികളാണ് എന്ന് പറയാ. പക്ഷികൾ ഓക്കെ. അപ്പൊ ഹുമ എന്ന് പറയുന്നതും പോലെ മനസ്സിലായല്ലോ. ഇനി ഓക്കെ, ഇനി നമ്മൾ രണ്ടിലധികമുള്ള നേരത്തെ പറഞ്ഞില്ലേ ഹാഡ്രാനി കലമാനി, അതുപോലെ ദാലിക്ക എന്നുള്ളത് പറയോ? ദാലിക്ക എന്നുള്ളത് ദാനിക്ക എന്നാ പറയാ. ദാനിക്ക ഞാൻ അന്ന് അത് ഒക്കെ പടം പറഞ്ഞത്. ഈ ദാനിക്കയും ആദാനിയും ഒക്കെ പറയണത് ആദാ പറയും പോലെ അല്ല, കുറച്ചൊരു പ്രയാസമല്ല. ഈ ഹുമ പറയും പോലെ അല്ലല്ലോ. അതുകൊണ്ട് ഞാൻ അന്ന് അത് പറയാതെ മാറ്റി വെച്ചത്. പിന്നീട് ഇങ്ങനെ ഒരു കുറച്ചൊക്കെ നിങ്ങൾ അറബിയിലേക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞുതരാന്ന് കരുതിയതാണ്. കാരണം തുടക്കത്തിലാകുമ്പോ പെട്ടെന്ന് ഒറ്റടിക്ക് വായിൽ കിട്ടാത്ത ചില വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ എന്തോ ആണെന്ന് പറഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്താക്കിയത്, അതൊക്കെ അന്നേരം ഒഴിവാക്കി. ഇപ്പൊ നിങ്ങൾ കുറെയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ അറബിയിലേക്ക് തന്നെ എത്തി തുടങ്ങിയില്ലേ. അപ്പൊ നിങ്ങൾക്ക് ചെറുതൊക്കെ പറയാമെന്ന് കരുതി. എങ്ങനെ എന്ന് പറഞ്ഞാൽ മാസം എന്നല്ല അർത്ഥം. അപ്പൊ മഷ്ഹൂറും തമ്മിൽ ബന്ധമുണ്ടല്ലോ ലഫ്ളിയായി. ഒരു ഷെഹർ എന്ന് പറയുന്നത് അതിൽ നിന്ന് പിന്നെ നിഷ്പന്നമായ, അതിൽ നിന്ന് പിന്നെ മുസ്തഖായ ഫീലാണോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഷഹറ എന്ന മാദിയായ ഫീലുണ്ട്. ഷഹറ എന്ന് പറഞ്ഞാല് പ്രസിദ്ധപ്പെടുത്തി, പരസ്യപ്പെടുത്തി. ഷഹറ സൈഫഹു എന്നൊക്കെ പറയും അറബിയില്. ഷഹറ സൈഫഹു എന്ന് പറഞ്ഞാല് അവന്റെ വാള് ഇങ്ങനെ കാണിച്ചു, പരസ്യമായിട്ട് കാണിച്ചു, ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ യുദ്ധ സന്ദർഭത്തിലൊക്കെ അവന്റെ വാള്
എന്തല്ല അരയിൽ എടുത്തു വെച്ചേക്കൊന്നല്ല, വാളിങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ കാണിച്ചു. എന്നതിൽ ഷഹറ സൈഫഹു എന്ന് പറയും. ഷഹറ എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തി എന്നാണ്. ഷാഹിർ എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുന്നവൻ. അതിന് അർത്ഥം എന്താ? ഷെഹ്റാൻ എന്ന് പേരുണ്ടോ ആർക്കോ? ഉണ്ടല്ലോ, ഷെഹ്റാൻ. പേരിട്ട ഷെഹ്റാൻ വേണം ഇങ്ങനെ അർത്ഥം വെക്കാം. 2 മാസം എന്ന് അർത്ഥം വെക്കാം. ഷെഹ്റാനി, ഷെഹ്റിൻ, ഷെഹ്റാനി 2 മാസം എന്ന് പറയാം. വേറെ അർത്ഥം പറയാം. മഷ്ഹൂറിൻ പ്രസിദ്ധമായ എന്ന അതിന്റെ മാതിൽ നിന്നാണോ ഷെഹർ എന്ന മാസത്തിന് അർത്ഥം വരുന്ന ലഫ്ളിയായി ബന്ധമുണ്ടോ? ഷഹറ എന്ന ഫീലിൽ നിന്നാണോ ഷെഹ്റുൻ എന്നുള്ള വാക്കും ഉണ്ടായിട്ടുള്ളത് എന്നാണോ ചോദിക്കുന്നത് അല്ലെ അർത്ഥം? അത് അതല്ല. ഈ ഷെഹ്റുൻ എന്നുള്ള മുസ്തഖില്ലായ ഒരു വാക്ക് തന്നെയാണ് ഷെഹ്റുൻ എന്നുള്ളത്. ഷഹറയിൽ നിന്ന് വന്ന വാക്കല്ല. അതേസമയത്ത് ഷെഹ്റുൻ എന്ന് പറഞ്ഞാൽ ഷഹറ യഷ്ഹുറു ഷെഹ്റൻ എന്നുള്ള ഒരു മസ്ദർ ഉണ്ട് അതിന്. ഏത്? പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ, പരസ്യമായി കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ മസ്ദർ ഉണ്ട്. മറ്റേത് വേറെ, അത് ഒരു ജാമിദായ ഫീലാണ്, ഇസ്മാണ്. അതിനെന്തില്ല, അത് തസ്രീഫ് ആവൂല. അത് ഇതിന്ന് വന്നതല്ല, ജാമിദായ ഒരു ഇസ്മാണ്. ഓക്കെ, രണ്ടും ഏറെക്കുറെ ഒന്നായി എന്നേ ഉള്ളൂ. ഷെഹ്റുൻ എന്ന് പറഞ്ഞത്. ഇപ്പൊ വേറെ ആളെന്താ ചോദിച്ചു, ഷെഹ്റാൻ എന്നുള്ളത് വാക്കുകൾ ഇതേമാതിരിക്കുള്ളൊക്കെ എന്നൊക്കെ വരും. അതേ സമയത്ത് ഷെഹ്റാൻ എന്ന് പറഞ്ഞാല് പ്രസിദ്ധമായ പ്രസിദ്ധരായ ഉലമാക്കളാണ്. എങ്ങനെ പറയാം നമുക്ക്? അവർ കേരളത്തിലെ പ്രസിദ്ധരായ അത് ഞാൻ ബസ്സിലാണ് ഉള്ളത്. അപ്പോ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൂടെ ഇറക്കിയതാവണം. അതുകൊണ്ടാണ് റെക്കോർഡ് സ്റ്റാർട്ടിന് കാണിക്കുന്നത്. പ്രശ്നമാക്കണ്ട. നെറ്റ്വർക്ക് പ്രോബ്ലം എന്റെ സൂം റീസ്റ്റാർട്ട് ആവുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ക്ലാസ്സിൽ അത് തടസ്സം വരുമോ? ഈ ക്ലാസ് അവർക്ക് കഴിഞ്ഞ ചെയ്യാൻ നോക്കാം. റെക്കോർഡിംഗ് എന്താ അറബി പറയാ? തസ്ജീല്, സജ്ജല യുസജ്ജിലു തസ്ജീൽ. സീലടിക്കുന്നതിന് സജ്ജല എന്ന് പറയുന്നത്. സീല് വെക്കണീന് സജ്ജല പറയില്ല. സീല് വെക്കണ ശരിക്കും പറഞ്ഞാൽ ത്വബഅ അല്ലെങ്കിൽ ഖതമ അലൈഹി എന്നൊക്കെ പറയാം. സജ്ജല എന്ന് പറഞ്ഞാല് റെക്കോർഡ് ചെയ്യുക. ഈ നമ്മള് സീല് വെക്കുന്നതിന് അത് പറയും. അത് ശരിക്ക് സീല് വെക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ശരിക്കും സജ്ജല എന്ന് പറയുന്നത്. നമ്മളൊരു സാധനം പിന്നെ റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ സീല് കുത്തും, ആ അർത്ഥത്തിൽ പറയുന്നത്. സീല് വെക്കുക എന്നുള്ള നേരെ അർത്ഥത്തിൽ ഖതമ എന്ന് പറയാം. ഖാത്തം എന്നൊക്കെയാണ് സീലിന് പറയുന്ന. ഖാത്തം എന്നാണ്. സജ്ജല എന്താണ് ത്വബഅ അലൈഹി ബി ഖാത്തം അല്ലെങ്കിൽ ഖതമ അലൈഹി എന്നൊക്കെ പറഞ്ഞാല് സീലടിച്ചു എന്ന അർത്ഥത്തിൽ അറബിയിൽ അങ്ങനെ പറയാം ശരിക്ക്. പിന്നെ ചിലപ്പം തസ്ജീല് എന്നുള്ള വാക്ക് ചിലപ്പം പുതിയ പിന്നെ സംസാര ഭാഷയിലോ ചിലപ്പോ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവാം. ഈ ഒരു പിന്നെ അതിന്റെ എന്താ പറയാ മയഉലുലഹിയായ മാനയാണ് എന്ന നിലക്ക് മാത്രം. അതായത് എഴുതിയിട്ടുണ്ടാവും. അത് സജ്ജിൽ അത് പിന്നെ അവിടെ രേഖപ്പെടുത്തുക, പൂരിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ്. അവിടെ പിന്നെ സീലടിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. സീലടിക്കുക അവിടെ അൽഹംദുലില്ലാഹ് ബാറക്കല്ലാഹു ലക്കി. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അല്ലാഹു തആല അവരെ പിന്നെ സമഉം അബ്സാറും ഒക്കെ സീൽ വെച്ചിരിക്കുന്നു. ഖത്തമ എന്നുള്ള വാക്കാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉപയോഗിക്കുക. സജ്ജല എന്ന് പറഞ്ഞാല് ഒരു സാധനം റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ രേഖപ്പെടുത്തുക
എന്നൊക്കെ അർത്ഥത്തില് പറയും. ഈ രണ്ടും റെക്കോർഡിങ് തന്നെയാണ്. ഇതിപ്പോ ഒരു ശബ്ദം റെക്കോർഡ് ചെയ്യാം, പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യാം, അതും റെക്കോർഡിങ്ങിന് തസ്ജല് വിസജ്ജല് തസ്ജീൽ തന്നെയാണ് പറയാ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. എന്റെ പേരവിടെ രേഖപ്പെടുത്തി വെച്ചു. ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം നമ്മൾ മീറ്റിംഗ് എടുത്ത തീരുമാനം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തി എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ സജ്ജല എന്ന് തന്നെ പറയാം. സജ്ജല. അതേ സമയത്ത് മുസജ്ജൽ എന്ന് പറയും. മുസജ്ജൽ എന്ന് പറഞ്ഞാല് പിന്നെ ഈ മിനിറ്റ്സിന് അല്ലെങ്കിൽ രേഖ എന്ന അർത്ഥത്തില് നമ്മൾ രേഖപ്പെടുത്തുന്ന സാധനമല്ലോ, രേഖ എന്ന അർത്ഥം, രേഖപ്പെടുത്തപ്പെട്ട വസ്തു എന്ന അർത്ഥത്തിലൊക്കെ മുസജ്ജൽ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മുസജ്ജലാത്ത്. ഓക്കെ, മനസ്സിലായില്ലേ? തീരുമാനമായോ? ഈ ചോദിച്ച ആൾക്ക് സംഭവം ഞാൻ പറഞ്ഞത് ബോധ്യപ്പെട്ടോ ഇല്ലെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പോയോ? ശുക്രാൻ. ഓക്കെ, അൽഹംദുലില്ലാ പറഞ്ഞു. പിന്നെ അപ്പൊ ഇനി ഒന്നിലധികം ആളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാ? ഒരാളാണെങ്കിൽ ഹുവ പറഞ്ഞു, രണ്ടാളാണെങ്കിൽ ഹുമ എന്ന് പറഞ്ഞു, രണ്ടിലധികം ആളുണ്ടെങ്കിലോ ഹും എന്ന് പറയാം. ഹും എന്ന് പറയാം. ഇനി അവന്റെ അവരുടെ എന്നുള്ള വാക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കുക. ഇപ്പൊ ഇത് മാത്രം ഹും, അവർ. അത് അറിയാത്ത ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അറിയുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, അറിയാത്ത ആളുകൾ കുറച്ചുണ്ട്. അപ്പൊ അവരെയും കൂടെ നമ്മളെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് വേണ്ട നമ്മളെ ഉയർത്തി കൊണ്ടുവരണല്ലോ. അതുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞു തരുന്നത്. നമ്മൾ അവർ എന്ന് നമ്മൾ പറയാ ആരാണ്, എങ്ങനെ പറയാ? ആയിരുന്നു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. ആണ് എങ്ങനെ പറയാ? അല്ല നമുക്ക് വിഖ്യാതമായ എന്നൊക്കെ ഞെട്ടി പോണ്ട. നേരത്തെ പറഞ്ഞ പ്രസിദ്ധമായ എന്നുള്ള അർത്ഥം എന്നുള്ളത് ആലിമൂന എന്ന് പറഞ്ഞ കുഴപ്പമില്ല. ഉലമാ നമ്മൾ സാധാരണ ഉലമാ എന്നുള്ള വാക്കിൽ കൂടുതൽ ഉപയോഗിക്കല്. ഉലമാ പണ്ഡിതന്മാർ, നമ്മൾ ഉലമാക്കൾ എന്നല്ല പറയല തന്നെ. അലിമൂന എന്ന് പറഞ്ഞ വാക്ക് തെറ്റൊന്നല്ല, കുറവാണ് ഉപയോഗിക്കൽ. അങ്ങനെ കൂടുതൽ ഉലമാ. പറഞ്ഞോളൂ. ഇവരെന്താണ് ചോദിച്ചത്? ആലിം എന്നതിന്റെ ആണ് ഉലമാ. ആലിം എന്ന് പറഞ്ഞാല് പണ്ഡിതൻ എന്നാണ് അർത്ഥം. ഉലമാ എന്ന് പറഞ്ഞാല് പണ്ഡിതന്മാർ എന്നർത്ഥം. ഉലമാ നമ്മൾ സാധാരണ പറയല ഉലമാക്കൾ എന്നല്ല പറയല നമ്മള്. ഉലമാ അവര് പ്രസിദ്ധരായ പണ്ഡിതന്മാരാണ്. പ്രസിദ്ധരായ പണ്ഡിതന്മാരാണ്. അപ്പൊ ഈ ഹും എന്നുള്ള വാക്ക് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നേരത്തെ ഒരു കിതാബാകുമ്പോ രണ്ട് കിതാബ് ഒരു കാക്ക നമ്മള് ഹുവ പൊതുവെ ഉപയോഗിക്കാറുള്ളത്. മനുഷ്യന്മാരല്ലാത്തതിന് വേണ്ടി ഉപയോഗിക്കൽ വളരെ കുറവാണ്. വളരെ കുറവായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് കൂടുതലും മനുഷ്യന്മാരെ പറ്റി മാത്രം പറയാന് ഹും എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളൂ. മനുഷ്യന്മാരെ അല്ലാത്തതിനെ കുറിച്ച് പറയുമ്പോ അത് മൊത്തത്തിൽ ഹിയ എന്നൊക്കെയാണ് പലപ്പോഴും പറയാം. ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പോ ആ സാധനം മനുഷ്യനല്ലാത്തിന് ഹുമയും മനുഷ്യന്മാർക്ക് ഉപയോഗിക്കും, മനുഷ്യന്മാരല്ലാത്തിനെ പറ്റി ഉപയോഗിക്കാം. ഹും എന്നുള്ള മനുഷ്യന്മാരല്ലാത്തിന് ഉപയോഗിക്കൽ വളരെ കുറവാണ്. കൂടുതൽ മനുഷ്യന്മാർക്ക് മാത്രമേ ഉപയോഗിക്കലുള്ളൂ അവർ എന്ന് പറയാൻ പറ്റും. അതേസമയത്ത് രണ്ടിലധികം ഉള്ള നമ്മൾ എന്താ പറഞ്ഞല്ലോ, അല്ല നമ്മള് ഇങ്ങനെ സംസാരിക്കും എപ്പോഴാ വരുന്നതെന്ന് വെച്ചാല് നമുക്ക് ചില സന്ദർഭത്തില് ഇപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പറയാം. ഞാനിപ്പോ ഒരു സംഭവം പറയാണ് വെച്ചാല് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട
വലിയ വില ഒന്നും ഇല്ലാത്തതായാൽ മതി. വെറുതെ എഴുതി കളയാവുന്ന വിധത്തിലുള്ള ഒരു നോട്ട് ബുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് ന്യൂസ് പ്രിന്റിന്റെ പേപ്പർ വാങ്ങിച്ചാലും മതി. ഇതേമാതിരിക്കുള്ള കുറെ സാധനം വെറുതെ എഴുതി കളയേണ്ടി വരും കുറച്ച്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തായിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ബാക്കി ക്ലാസ് അതിന്റെ അടുത്ത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അവൻ, അവർ രണ്ടാള്, അവർ പലരും. ഇതാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് അല്ലെ. ഇനി അത് മുഅന്നത്താവുമ്പോ എങ്ങനെയാ പറയാ? അവൾ, ആ രണ്ട് പെണ്ണുങ്ങൾ, അവർ എന്നുള്ള പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ അവർ എങ്ങനെ പറയാ? ചിലപ്പോ വരുന്ന നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ ഹും എന്നുള്ള ആണുങ്ങളെ മനുഷ്യന്മാരെ കുറിച്ച് മാത്രമേ കുറിച്ച് പറയുമ്പോ നമ്മൾ അവിടെ ഹിയ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഒറ്റ കലിമത്തായിട്ട് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു പശുവിനെ കുറിച്ച് പറയുന്നു. ആ പശു പിന്നെ ഞാനൊരു പശുവിനെ വിൽക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എൻ്റെ അടുത്തൊരു പശു ഉണ്ട്. പശു എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പൊ ഞാന് പിന്നെ എനിക്കൊരു പശുവിനെ വിൽക്കാണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ മറ്റാൾ ചോദിക്കാൻ എന്താണ് പശുവിന്റെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞു അത് വളരെ നല്ല തടിച്ച പശുവാണ്, പാല് തരുന്ന പശുവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നല്ല തടിച്ച പശുവാണ്. അപ്പൊ നമുക്ക് പറയാം അത് വളരെ തടിച്ചതാണ്, തടിച്ച പശുവാണ്. എങ്ങനെ പറയാ? ഹിയ ബഖറത്തുൻ സമീനത്തുൻ, ഹിയ ബഖറത്തുൻ സമീനത്തുൻ പറയാം. അതേസമയത്ത് നമ്മളെ മുന്നിൽ ഇല്ലാത്തതാണെങ്കിലും നമ്മൾ അതിനെ സൂചിപ്പിച്ചുകൊണ്ട് ആ പശു എന്നൊക്കെ പറയാൻ വേണ്ടി പറയുമ്പോ അവിടെ തിൽക്ക ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അത് അതിന്റെ ഒരു ചെറിയ മാറ്റം മനസ്സിലാക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിയ, നമ്മളിപ്പോ ഒരു പെണ്ണിനെ കുറിച്ച് ആരെ പറ്റിയാ പറയാം? ഒരു ടീച്ചറെ കുറിച്ച് പറയാം. ടീച്ചറെ കഴിഞ്ഞു പോയ ഒരു ടീച്ചറാണ്. അപ്പൊ ആ ടീച്ചറെ കുറിച്ച് പറയാം, ആ ടീച്ചർ ഒരു പാവായിരുന്നു. എങ്ങനെ ഒരു പാവായിരുന്നു ആണ് എന്ന് പറയാം. ആയിരുന്നു എന്നുള്ള ഇൻഷാല്ലാ പിന്നീട് പഠിക്കാം. അവരൊരു പാവാണ്. എങ്ങനെ പറയാ? പാവം എന്ന് പറയാൻ വേണ്ടിട്ട് മിസ്കീനത്ത് എന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല. മിസ്കീനത്തിന് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. നമ്മൾ മലയാളത്തിൽ പാവം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് സാധു അഥവാ പൈസ ഇല്ലാത്ത ആള് എന്നുള്ള അർത്ഥത്തിൽ മിസ്കീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഇല്ലേ? പൈസ ഇല്ലാത്ത ആള് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പാവം എന്നുള്ള മലയാളത്തിൽ പറഞ്ഞു. ഒരു പാവാണെന്ന് പറഞ്ഞാൽ സാധുവാണ്. പൈസ ഇല്ലാത്ത ആൾ എന്നുള്ള അർത്ഥത്തിൽ എന്ത് ഉപയോഗിക്കാറുണ്ട്? പാവം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അറബിയിൽ ഉപയോഗിക്കും മിസ്കീൻ, ഫക്കീർ എന്നുള്ള വാക്ക് പോലെ. അതേ സമയത്ത് ആളൊരു സാധു, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ ആളൊരു സാധു, അവന് അങ്ങനെ ചീത്ത പറയാനോ ഓനൊന്നും പറയുന്നില്ല, ഓനെ പറ്റിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധു ആണെങ്കിൽ ഓനെ പറ്റി നമ്മൾ മിസ്കീൻ എന്ന് പറയും. മിസ്കീൻ എന്ന് പറയും, പാവം എന്ന് പറയാറുണ്ട്. കാരണം അപ്പൊ നമ്മൾ പറയാ ഹിയ മിസ്കീനത്തുൻ, ഒരു പാവാണ്. ഒന്ന്. രണ്ടാമത്തെ നമ്മൾ വേറൊരു വാക്കുണ്ട്, പിന്നെ സാദജുൻ എന്ന് പറയും. സാദജ്, സീന് അലിഫ് ദാല് ജീമ്, പെണ്ണാമ സാദജത്തുൻ എന്നും പറയും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ആരും ശബ്ദം കേൾക്കാതാകുമ്പോ ഞാൻ ബേജാറാകണേ. ആരെങ്കിലും ഓക്കെ. സാദജുൻ എന്നുള്ള ആണാകുമ്പോ പെണ്ണാകുമ്പോ സാദജത്ത് എന്ന് പറയും. മിസ്കീൻ എന്നുള്ള വാക്ക് തെറ്റല്ല, പക്ഷെ മിസ്കീനേക്കാളും കൂടുതൽ ഉപയോഗിക്കുക സാദജ് എന്നുള്ള വാക്കാണ് കൂടുതലും. ഒരാളൊരു പാവാണെന്ന് പറയാൻ വേണ്ടി ഹുവറജുലുൻ സാദജുൻ എന്ന് പറയാം. ഹുവറജുലുൻ സാദജുൻ. നമ്മളൊരു പാവം ഒരു പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാ? നമ്മളൊരു പാവം പെണ്ണാണ്. എങ്ങനെ പറയാ? ഇപ്പൊ നമ്മളൊരു വീട്ടിൽ ഒരു മോന് കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കൊണ്ടുവന്നു. അപ്പോ അമ്മായിമാനോട് ചോദിക്കണം എങ്ങനെയുണ്ട് നിന്റെ മരുവള് എന്ന് ചോദിക്കുമ്പോ ഒരു പാവം കുട്ടിയുണ്ട്. എങ്ങനെ പറയാ? പറഞ്ഞോ കേട്ടില്ല ആരെങ്കിലും ഒരാള് പാവം കുട്ടി എന്ന് പറയാൻ പേടിയുണ്ടോ? ഹിയ സാധിച്ചു, ഒരു പാവം കുട്ടിയാന്ന് പറയാനൊരു പ്രശ്നമുണ്ടെന്നോ തോന്നി എനിക്ക്, മരുവളെ കുറ്റി പറയാനായതുകൊണ്ട്. ആയിക്കോട്ടെ. അപ്പോ ഹിയ സാദജത്തുൻ, ഒരു പാവം കുട്ടിയാണ്. ഹിയ ഫത്താത്തുൻ സാദജത്തുൻ, ഹിയ ബിന്തുൻ സാദജത്തുൻ എന്നൊക്കെ പറയാം. ഹിയ ഫത്താത്തുൻ സാദജത്തുൻ, ഒരു പാവം കുട്ടിയാണ്. ഹിയ സാദജത്ത് എന്ന് പറഞ്ഞാലും മതി, ഒരു പാവാണ്. ഓക്കെ, സാദജ് എന്ന് പറഞ്ഞാല് നമുക്ക് പിന്നെ എന്താ പറയാ, ഒരു വലിയ വിളവൊന്നും കാണിക്കാത്ത അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ സാധു പറയില്ല നമ്മൾ മലയാളത്തിൽ സാധാരണ പറയണ, വലിയ വിളവെടുക്കാത്ത അങ്ങനത്തെ കച്ചറയൊന്നും കളിക്കൊന്നും ഇല്ലാത്ത ഒരു പാവം, അതിനെ പറ്റിയാണ് നമ്മൾ സാദജ് എന്ന് പറയാം. പിന്നെ അതേപോലെ തന്നെ വേറൊരു വാക്ക് കൂട്ടത്തിൽ പഠിച്ചോളി, ബസീത്ത് എന്ന് പറയും.
ബസീത്ത് എന്ന് പറഞ്ഞാലും പാവാണ് എന്ന് പറയാം. പക്ഷെ പാവം എന്ന് പറഞ്ഞാല് സാധജ് പോലെ അല്ല ഈ ബസീത്ത് എന്ന് പറഞ്ഞാല് ഒരു സിമ്പിൾ മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോ റജുലുൻ ബസീത്ത് എന്ന് പറയും. റജുലുൻ ഇംഗ്ലീഷിൽ നമുക്ക് ഒരു മിതത്വമൊക്കെ പാലിക്കുന്ന ഒരു സാധു മനുഷ്യന്. മലയാളത്തിൽ ബസീത്ത് എന്ന് പാവം പറഞ്ഞാൽ എന്ന് തന്നെ പറയാം. ബസീത്ത് എന്ന് പറഞ്ഞാൽ വിശാലമാക്കി പറയാൻ അർത്ഥമുണ്ടോ? അത് വേറൊരു അർത്ഥമുണ്ട്. ബസീത്ത് എന്ന് പറഞ്ഞാല് ബസത എന്ന് പറഞ്ഞാൽ പറയും. ബസത്തൽ കലാമ എന്ന് പറഞ്ഞാൽ വിശാലമായി സംസാരിച്ചു എന്ന് പറയും. അതേപോലെ തന്നെ ബസീത്ത് എന്ന് പറഞ്ഞാല് വിശാലമായത് എന്ന് പറയുന്ന അർത്ഥമുണ്ട്. അത് എന്ന് പറയാം. റജുലുൻ ബസീത്ത്. ഇനി ചിലപ്പോ ഇതേപോലെ തന്നെ സമാനമായ അർത്ഥമുള്ള വേറെ വാക്കുകൂടെ പറഞ്ഞുതരാ. വാദ്യ എന്നൊരു വാക്കുണ്ട്. വാവ് എഴുതിക്കുന്നുണ്ടോ? വാവ് അലിഫ് വാവ് അലിഫ് ദാല് ഐന്. വാദ്യ. വാദ്യ എന്ന് പറഞ്ഞാലും പിന്നെ ഒരു പാവം എന്നുള്ള അർത്ഥത്തിലാണ് വാദ്യ എന്ന് പറയാ. റജുലും വാദ്യൻ എന്നൊക്കെ പറയും. റജുലും വാദ്യം എന്ന് പറഞ്ഞാല് ഒരു പാവമാണ്, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ ഒരു ഭാഗത്തടങ്ങിക്കൂടുന്ന ഒരു സാധു മനുഷ്യൻ എന്ന അർത്ഥത്തില് വാദ്യ എന്ന് പറയാം. വാദ്യ എന്നുള്ള ചിലപ്പം ഹയാത്തിനെ പറയും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ബഖറത്തു റജുലും വാദ്യ, സോറി, അൽ ബഖറത്തു ഹയവാനും വാദ്യല്ല. ഈ ഓക്കെ, വിദാഅ് മനസ്സിലായോ? വാദിഅക്ക് ഒന്നാണോ? വിദായ് എന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ, സെന്റ് ഓഫ്. പിന്നെ സെന്റ് ഓഫിനല്ല നമ്മള് വിദായ് എന്ന് പറയാ. ഇതല്ല, ഇത് വാദ വാക്ക് വരുന്നത്. വദ എന്ന് പറഞ്ഞാല് ഒരു പിന്നെ എന്താ പറയാ, പിന്നെ ഒരു സാധുവായി നിന്നു, അല്ലെങ്കിൽ കച്ചറ ഉണ്ടാക്കാതെ, കച്ചറകളൊന്നും ഇല്ലാതെ. സകന, ഹദ, ഒതുങ്ങി അടങ്ങി എന്നൊക്കെ അർത്ഥത്തില് വദ എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിനാണ് ആ എന്തോ ആരോ ചോദിച്ചോ? ആരോ ഒരാൾ പുസ്തകം വിളിച്ചല്ലോ. ആയിക്കോട്ടെ. സൈലന്റ്. വാദ്യം എന്ന് പറഞ്ഞാൽ സൈലന്റ് എന്നൊക്കെ അർത്ഥത്തിലൊക്കെ പറയാം. സൈലന്റ് എന്ന അർത്ഥത്തിൽ പറയാം. സൈലന്റ് എന്ന് പറഞ്ഞാല് ഒച്ചപ്പാടൊന്നും ഇല്ലാത്തതിന്റെ അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ വാദ്യം എന്ന് പറയാം കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു അയാൾ ഒരു പാവം മനുഷ്യൻ, ഒരു സാധു മനുഷ്യനാണ് എന്ന് പറയാൻ വേണ്ടി റജുലും വാദ്യം എന്ന് പറയാം. റജുലും സാധജ് എന്ന് പറയാം. സാധജ് എന്ന് പറഞ്ഞാലും വാദ്യം എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് കേട്ടോ. വാദ്യം എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും ബഹളം ഇല്ലാതെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടുന്ന ആൾ എന്ന അർത്ഥത്തിലാണ്. അവര് മലയാളത്തിൽ നമ്മൾ പാവം എന്നാ പറയാ. സാധജ് എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടും ബഹളം ഇല്ല എന്നുള്ളത് മാത്രല്ല, കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ പൊള്ളത്തരങ്ങളോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പിന്നെ ഈ നിഷ്കളങ്കനായ ഒരു പാവം സാധുവാണ് എന്നൊക്കെ ഓനോ ഒച്ചപ്പാടും ബഹളം ഇല്ലാത്ത ആളായിരിക്കും. പക്ഷെ ഓൻ്റെ അടുത്ത് വലിയ വിളവുണ്ടാവും ചിലപ്പോ. മനസ്സിലാണ്ടോ? അതാണ് വാദ്യവും സാധജവും തമ്മിലുള്ള വ്യത്യാസം. ബസീത്ത് എന്ന് പറഞ്ഞാൽ ഒരു പാവം വാദ്യം എന്നായിക്കോട്ടെ, സിമ്പിൾ ലൈഫ്, വലിയ ആലളിത ജീവിതം നയിക്കുന്ന ആള് ബസീത്ത് പറയും. ഏറെക്കുറെ സമാനമായ അടുത്തടുത്ത് കിടക്കുന്ന വാക്കുകൾ നിലനിൽക്കാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി പറയാം, നമ്മള് പിന്നെ അവൾ ഒരു പാവം കുട്ടിയാണ്. നമ്മൾ പറഞ്ഞു ഹിയ ഫതാത്തിൻ സാധജത്തുൻ, ഫതാത്തിൻ വാദിഅത്തുൻ എന്ന് പറയാ. പിന്നെ ഒറ്റപ്പാടൊന്നും ഇല്ലാതെ ഒരുങ്ങി കൂടുന്ന
രണ്ടാളാകുമ്പോൾ എന്ത് പറയും? രണ്ടാളാകുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹുമ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മൾ രണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഉദാഹരണം പറഞ്ഞാല് ഞാൻ ഒരു വീട്ടിൽ പോയിട്ട് വീട്ടിൽ രണ്ട് പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികളെ കുറിച്ച് ഞാൻ ഒരാളെ അന്വേഷിച്ചു നോക്കുന്നത് അവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മസലാൻ. അപ്പൊ എങ്ങനെയുണ്ട് ആ കുട്ടികൾ? ഹുമ ബിന്താനി ബാസിത്താനി വാദിഅത്താനി. ബസീത്ത് എന്ന് പറഞ്ഞ ബസീത്ത് എന്ന് പറഞ്ഞാല് ലളിത ജീവിതം നയിക്കുന്ന ആളാണ്. വാദിഅത്താനി, വാദിഅത്ത് എന്ന് പറഞ്ഞ കേട്ടോ. അല്ലെങ്കിൽ സാദജത്താനി എന്ന് പറഞ്ഞാലും മതി. അതുകൊണ്ട് ഏറെക്കുറെ അർത്ഥങ്ങളാണ് വാദിയത്തും സാദജത്തിനൊക്കെ അർത്ഥം. പക്ഷെ രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. വാദിയത്ത് എന്ന് പറഞ്ഞാല് ചിലപ്പോ അതിൽ പുറത്തു നിൽക്കാൻ കുട്ടികളാണ് ആദ്യം സാധിച്ചു പറയാം. ഓക്കെ, അതെ. ഇനി അത് തന്നെ കുറെ കുട്ടികളുണ്ട്. ഇപ്പൊ നമ്മള് 10ാം ക്ലാസ് 10 എ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? 10ാം ക്ലാസ് 10 എയിലെ പെൺകുട്ടികൾ എങ്ങനെയുണ്ട് എന്ന് ടീച്ചറോട് ചോദിക്കാണ്. ടീച്ചർ പറയാണ് ആ കുട്ടികളൊക്കെ വളരെ പാവം കുട്ടികളാണ്. എങ്ങനെ പറയാ? ഹും എന്നുള്ളത് അവർ എന്ന് പറയാം, ആണുങ്ങളെ പറ്റി പറയാനാണ് പറയാ. അതേസമയത്ത് പെണ്ണുങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി പറയാം ഹുന്ന എന്ന വാക്ക് ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു നോക്കിയേ, അവര് വളരെ പാവം കുട്ടികളാണ്. ബനാത്തുൻ വാദിആത്തുൻ, വാദിഅത്തുൻ അല്ല വാദിആത്തുൻ, വാദിആത്തുൻ എന്നാണ് പറയാ. ഓക്കെ, വാദിആത്തുൻ ത്വാലിബാത്തുൻ വാദിആത്തുൻ, അല്ലെങ്കിൽ ഉന്ന വാദിആത്തുൻ എന്ന് പറഞ്ഞാലും മതി. ഉന്ന വാദിആത്തുൻ വളരെ പാവം കുട്ടികളാണ് എന്നർത്ഥം. ഓക്കെ, ആണും പെണ്ണും ഹും ഉപയോഗിച്ചാൽ ഉപയോഗിച്ച് സമയത്ത് ആണുങ്ങൾക്കുള്ള മുൻതൂക്കം നൽകേണ്ടി. ഇവര് എന്ത് പറഞ്ഞാലും ആണുങ്ങൾക്കുള്ള മുൻതൂക്കം കൊടുക്കുക. ഓക്കെ, അപ്പൊ ഹും എന്ന് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഹും എന്ന് പറഞ്ഞാൽ ഹുന്ന എന്ന് പറയേണ്ട ആവശ്യമില്ല, ഹും എന്നാണ് പറയാ. അപ്പൊ അത് ദാലിക തിൽക ഉലായിക്ക എന്നൊക്കെ പറഞ്ഞിടത്തൊക്കെയുള്ള ആ പ്രശ്നം വരും. ഉലായിക്കൊക്കെ പിന്നെ ആ പ്രശ്നമില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉലായിക്ക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുക. അത് അവർ എന്ന് പറയാൻ വേണ്ടി. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഈ ദാലിക തിൽക അവിടെ അത് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന്റെ തെസ്നീം ജമ്മൊക്കെ വരുന്നത് പോലെ ഇൻഷാ അല്ലാഹ് പിന്നീട് പറഞ്ഞുതരാം. കുറച്ചാണ്ട് എത്തിയിട്ട് പറയാന്ന് വിചാരിച്ചാണ് അത് ഞാൻ. കാരണം വെച്ചാല് ഉലായിക്ക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു വാക്കായിട്ട് തുടക്കക്കാരായ ആളുകൾക്ക് ഹാദാ ഹാദിഹി എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം തോന്നൂല. ഉലായിക്ക എന്നൊക്കെ പറയുമ്പോ എന്തോ ഒരു വാക്കായി തോന്നുന്നുണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാനത് തൽക്കാലം ഇപ്പൊ മാറ്റി വെച്ചത്. ഓക്കെ, ഇൻഷാ അല്ലാഹ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ വേറെ വാക്ക് അത് ചില പെൺകുട്ടികളുണ്ടാവും ചില ക്ലാസ്സിൽ നിന്ന് മഹാ കച്ചറകളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ വാദിയല്ല, നേരെ ഉൾട്ട, ഭയങ്കര എന്താ പറയാ ഉൾട്ട. അതിനെന്താ പറയാ? മുഷാക്കിസ് എന്ന് പറയും. എന്താ പറയാ, തിഫ്ലും മുഷാക്കിസ് എന്നൊക്കെ പറയും. ഭയങ്കര കച്ചറ കളിക്കുന്ന വികൃതി കുട്ടികൾക്കാണ് മുഷാക്കിസ് എന്ന് പറയാം. മുഷാക്കിസ്, മുഷാക്കിസ്. നോട്ടി ഭയങ്കര ഈ വികൃതിക്ക് കുരുത്തക്കേട കളിക്കണ കൂട്ടണം. പക്ഷെ എന്നാലും ആ സംഗതി നടത്തുന്ന സമയത്ത് നമുക്ക് എന്തായാലും അത് നല്ല പണി നമ്മൾ പറയില്ലല്ലോ. അതുകൊണ്ടാണ് മുഷാക്കിസുൻ റജുലും മുഷാക്കിസുൻ എന്നൊക്കെ പറയും. ഭയങ്കര മുഷാക്കിസായ മുഷാക്കിസ് കൂടുതലും ഈ കുട്ടികളെ കുറ്റി പറയുമ്പോൾ പറയാ ഭയങ്കര വികൃതി കുട്ടികളാണ് എന്ന് പറയും മുഷാക്കിസ്. അല്ലെങ്കിൽ ചിലപ്പോ മുഷാക്ക് എന്ന് പറഞ്ഞ് ഈ വികൃതി പറയും. ക്ലാസ്സിലൊക്കെ മഷ കളിക്കണ മുഷാക്കിസ് മാത്രല്ല, അതിന് ഷെരീസു എന്നാ പറയാ. ഷെരീസു താലിബുൻ ഷെരീസു എന്ന് പറഞ്ഞാല് ഭയങ്കര വികൃതി കളിക്കണ എന്തതിന് പറയാ, കച്ചറ കുട്ടികൾ അറിയില്ലേ. ഒറ്റ വാക്ക് നല്ലൊരു വാക്ക് പറയുന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് ഉഡായിപ്പ് എന്ന് ഉപയോഗിക്കുക. കുട്ടികൾ ക്ലാസ്സിലൊക്കെ ഉഡായിപ്പ് അല്ല. ഉഡായിപ്പ് എന്നുള്ളത് അല്ല, ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ. ഉഡായിപ്പ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, തരികിട കളിക്കുന്നതിനാണ് ഉഡായിപ്പ് വരാ. ഇതങ്ങനല്ല. ഇത് ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് ഭയങ്കര ഒച്ചപ്പാടും പോലൊക്കെ കച്ചറ കളിച്ച് കൊടുക്കുന്ന കുട്ടാണല്ലേ.
ഒരു ഇടങ്ങേറ് ഉണ്ടാക്കണ ആളടങ്ങേറ് വികൃതി വികൃതി നമുക്ക് മുഷാക്കിസ് പറയാം. നേരത്തെ പറഞ്ഞ പോലെ വികൃതിയൊക്കെ സ്വാഭാവികമായിട്ട് കുട്ടികളുടെ ഉണ്ടാക്കണാണല്ലോ. പക്ഷെ കുട്ടികൾ ഉണ്ടാവരുതാത്തൊരു സംഭവം വികൃതി എന്ന് പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ കുരുത്തക്കേടിൽ ഷെരീസ് എന്ന് പറയും. ഷെരീസുൻ ഷീന് ഷീന് റാ സീന് ഷെരീസുൻ. മുഷാക്കിസ് എന്ന് പറഞ്ഞാല് വികൃതി കളിക്കുന്ന കുട്ടി. വികൃതി എന്നുള്ളതും ഈ കുരുത്തക്കേടും രണ്ടും രണ്ടാട്ടോ. കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ നമ്മൾ തടയേണ്ടതാണ്. വികൃതി അവരെ മുന്നിൽ നിന്നാലും സംഘ അതിന് വിട്ടുകൊടുക്കണം കുട്ടികൾക്ക്. ഓല പ്രായത്തിലല്ലാതെ പിന്നെ എപ്പോഴാ വികൃതി കളിക്കുക. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന ഈ 6 വാക്കുകളാണ്. നിങ്ങളൊരു കാര്യം ചെയ്യണം. പിന്നെ എന്തായി നമ്മുടെ പിന്നെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയോ? അതിന്റെ ഞാൻ പിന്നീട് ഉണ്ടായിട്ടില്ല. ഇന്ന് അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞു. ഉസ്താദ് ഇവിടെ കൂടെ ഉണ്ടോ? നമ്മളെ കൂടെ ഉണ്ടോ? പിന്നെ ഉസ്താദ് റേഞ്ചിൽ ഇല്ലാ തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തായിരുന്നാലും പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടെങ്കിലും ചെയ്യാ. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് പിന്നെ ഈ പറഞ്ഞ 6 സാധനം ഏത് ഹുവ ഹുമ ഹും ഹിയ ഹുമ ഹുന്ന ഈ 6 കാര്യങ്ങളും വെച്ച് ഓരോന്നും വെച്ചിട്ട് ഒരു 5 ജുംലെങ്കിലും ഉണ്ടാക്കണം. എങ്ങനെയാ വെച്ചാൽ ഉദാഹരണം പറഞ്ഞാല് പിന്നെ അവൻ നല്ലൊരു പണ്ഡിതനാണ്, അവൻ നല്ലൊരു വിദ്യാർത്ഥിയാണ്, അവൻ രോഗിയാണ്, അവൻ ഇപ്പൊ മടിയനാണ്, അങ്ങനെ നമുക്ക് എന്തും പറയാനുണ്ടാവുമല്ലോ ഒരാളെ പറ്റി. അങ്ങനെ ഈ 6 കുറിച്ച് ഇപ്പൊ ഒരു 30 ജുംല ഉണ്ടാവും അല്ലെ? അടുത്ത ആഴ്ച ആകുമ്പോഴേക്ക് നിർബന്ധമായിട്ട് ഈ ഒരു 30 ജുംലകള് നിർബന്ധമായിട്ട് നിങ്ങൾ പിടിക്കുക. ക്ലാസ്സുകളൊക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? പ്രശ്നം വരെ എന്താന്ന് വെച്ചാല് പലരും വ്യത്യസ്തമായ ക്ലാസ്സിലുള്ള ആളുകൾ, അതായത് വ്യത്യസ്തമായ ഇങ്ങനെ വളരെ താഴെക്കിടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ മേലുള്ള ആളുകൾക്ക് അതിലൊരു മടി പ്രാധാന്യം നൽകുന്നത് തീരെ ഒന്നും അറിയാത്ത ആളുകൾക്ക്. രംഗത്തില്ല തോന്നുന്നുണ്ടല്ലോ. കാണാനില്ല. ഓക്കെ, നമുക്ക് നിർത്തല്ലേ. നിർത്താം.